ശ്രീമതി യു പ്രതിഭ. സ്പീക്കർ സർ, കേന്ദ്രത്തിൻ്റെ മാടമ്പി സമീപനത്തിന് ഇടയിലും വളരെ സൗമ്യനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച സൗമ്യദീപ്തമായിട്ടുള്ള കേരള ബജറ്റിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് സർ. ഇവിടെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും യാതൊരു രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ വലിയ തരത്തിൽ ഫണ്ട് നൽകിക്കൊണ്ട് തുടർ വികസനങ്ങൾ സാധ്യമാക്കിക്കൊണ്ടാണ് സർ സംസ്ഥാന ബജറ്റ് നടപ്പിലാക്കിയിരിക്കുന്നത് സർ. എൻ്റെ കയ്യിലൊരു പത്രമുണ്ട് സർ. ഹരിപ്പാട് മണ്ഡലം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല പ്രതിദാനം ചെയ്യുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സർ, 203 കോടിയുടെ പദ്ധതിയാണ് സർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 203 കോടിയുടെ പദ്ധതി ജനങ്ങളോട് പറഞ്ഞതാണ് സർ. പത്രത്തിൽ വലിയ വെണ്ടയ്ക്ക രൂപത്തിൽ അടിച്ചു വന്നതാണ് സർ. അതുപോലെ തന്നെ പെരുമ്പാവൂർ MLA പറഞ്ഞിരിക്കുന്ന കണക്കാണ് സർ, 1216 കോടി രൂപയെന്നാണ് സർ അദ്ദേഹം പത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സർ. എന്നിട്ട് ഈ സഭയിൽ വന്ന് പറയുകയാണ് സർ ഒന്നും കിട്ടിയില്ല എന്ന് പറയുക. മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുകയാണ് സർ 1216 കിട്ടിയെന്ന് പറയുകയാണ്. മൂവാറ്റുപുഴ അംഗം പറഞ്ഞിരിക്കുന്നത് സർ 182 കോടി രൂപയുടെ ബജറ്റാണ് കിട്ടിയതെന്ന് പറയുകയാണ് സർ. ഈ തരത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് കോടിക്കണക്ക് രൂപയുടെ കണക്കുകൾ ഞങ്ങൾക്ക് കിട്ടി, ബജറ്റിൽ കിട്ടിയെന്ന് പറയുകയും ഇവിടെ വന്നുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ബജറ്റാണ് ഇവർ അവതരിപ്പിച്ചത് പറയാനായിട്ട് അല്പം ഒരു ലജ്ജ നിങ്ങൾക്കുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സർ. 2-ാം തീയതി വന്ന കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ 2-ാം തീയതി നമുക്കറിയാം, 1-ാം തീയതി കേന്ദ്ര ബജറ്റ് ആയിരുന്നു. അതിന് ശേഷം വന്ന പ്രമുഖ പത്രത്തിൽ ആദായ നികുതിയിൽ ബമ്പർ ഇളവ്. എന്താ ഒരു ഭാഷ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു വാർത്ത, എന്തൊരു തലക്കെട്ട്. ഇത് എന്താണ് സാർ മാധ്യമങ്ങൾക്ക് കേരളത്തോട് ഇത്ര ശത്രുത എന്ന് നമുക്ക് തോന്നുകയാണ്. ബമ്പൻ ഇളവ്. നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ചിരുന്ന സാരി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ്. മറ്റൊരു പത്രം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ജിം ഭൂം ഭ. നമ്മുടെ ബജറ്റ് വന്നതിൻ്റെ പിറ്റേ ദിവസം എങ്ങനെയുണ്ട്? ഒരേ പത്രം 2-ാം തീയതി വന്നതും 8-ാം തീയതി വന്നതുമാണ് സാർ കാണിക്കുന്നത്. 2-ാം തീയതി വന്നത് ആദായ നികുതിയിൽ ബമ്പർ ഇളവ്, 8-ാം തീയതി വന്നത് ജിം ബൂംബ. ഇത്രയും മനോഹരമായ ഒരു ബജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ചപ്പം ജിം ബൂംബ. യാതൊരു പരിഗണനയുമില്ലാതെ ഒരു ശത്രുവിനോടെന്ന പോലെ ഒരു സംസ്ഥാനത്തോട് പെരുമാറിയ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് വരുമാന ആനന്ദം. എങ്ങനെയുണ്ട്? മറ്റൊരു പത്രം 8-ാം തീയതി വന്നത് നികുതി ഭാരം കൂടും, ക്ഷേമ പെൻഷനുകൾ കൂട്ടിയില്ല. എങ്ങനെയുണ്ട്? ഒരു പത്രം പറഞ്ഞിരിക്കുകയാണ്. അതേ പത്രം തന്നെ 2-ാം തീയതി വളരെ ആശ്വാസത്തോടു കൂടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2-ാം തീയതി പ്രശ്നമില്ല, അവരുടെ പത്രത്തിൽ അവർക്ക് യാതൊരു വിധമായ വിഷമങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റിനോട് ഇങ്ങനെ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ഓർക്കും സാർ, ഈ MP മാരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. വിമർശനമില്ലല്ലേ? റെയിൽവേ അവഗണിച്ച വിമർശനമില്ല. കേരളത്തിൽ നിന്ന് കുറച്ച് MP മാർ പോയിട്ടുണ്ടല്ലോ. കേന്ദ്രം ഇങ്ങോട്ടൊരു ഫണ്ട് തന്നില്ലെങ്കിൽ വിമർശനമില്ല. എയിംസ് ഇല്ലെങ്കിൽ അവർക്ക് വിമർശനമില്ല. ഈ കേരളത്തിൽ ഇത്രയധികം വികസനങ്ങൾ നടത്തുന്ന ഈ ഗവൺമെൻറ് നേരെയാണ് ക്യാമറ കണ്ണും തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സാർ പറയാനായിട്ട്. എനിക്ക് മുമ്പ് KD പ്രസേനൻ MLA കുറേ അധികം കാര്യങ്ങൾ, അത് നമ്മുടെ ജനറൽ നേട്ടങ്ങളാണ്. നമ്മുടെ ഗവൺമെൻറ്റിന് സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായതിൻ്റെ വ്യക്തമായി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കൃത്യമായി കിട്ടുന്ന കുറേ കാര്യങ്ങളെ നിങ്ങൾ എത്ര തള്ളി പറഞ്ഞാലും അതൊക്കെ സത്യമായി തന്നെ ഇവിടെ അവശേഷിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ മാത്രം കാര്യത്തിലേക്ക് ഒന്ന് വരികയാണ് സാർ. ക്ഷേമ പെൻഷനുകളെ പറ്റി പറയുമ്പോൾ ഏകദേശം 98% ഇത്രയും കടുത്ത സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരിക്കൽ, കഴുത്ത് ഞെരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുമ്പോഴും 98% സംസ്ഥാന സർക്കാർ വഹിച്ചുകൊണ്ടല്ലേ സാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്? 98% നമ്മൾ കണ്ടെത്തുകയാണ്. കേന്ദ്ര വിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും 2% മാത്രമാണ് സാർ. അതുപോലും ഇപ്പോൾ 1600 കൊടുക്കുന്നതിൽ 300 രൂപയാണ് കേന്ദ്രം, അതുപോലും ഇപ്പോൾ തരുന്നില്ല സാർ. അത് മുടങ്ങിയിരിക്കുകയാണ്. അവിടെയും കുത്തിത്തിരിപ്പുമായിട്ട് മാധ്യമങ്ങൾ ചെല്ലുന്നത് എന്താണെന്നറിയോ? ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണം, നമ്മുടെ നാട്ടിൽ എത്രത്തോളമാണ് വാർത്തകൾ വളച്ചൊടിക്കുന്നത് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ അറിയാം. 68 ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്ന കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരാളായിരുന്നു ഹൈലൈറ്റ് ആയത്. മറിയക്കുട്ടി ചേട്ടത്തിയെ കൊണ്ടുവന്നു ഇല്ലേ മാധ്യമങ്ങൾ. 68 ലക്ഷം പേര് 700 കോടി പെൻഷൻ വാങ്ങുന്ന ഈ കേരളത്തിൽ ഹൈലൈറ്റ് ആരായിരുന്നു?
പാവം മറിക്കുട്ടിച്ചേട്ടത്തി ഇപ്പം എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് അമ്മയോടൊരു വിരോധവുമില്ല, പക്ഷേ അവരെയാണ് ഹൈലൈറ്റ് ചെയ്ത്. എത്രയധികം പേരാ പെൻഷൻ വാങ്ങുന്ന നാടാണ് നമ്മുടേത്. ഏകദേശം 34 ലക്ഷം പേര് മാത്രമായിരുന്നു UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ പെൻഷൻ വാങ്ങിയെന്നുള്ള സത്യമല്ല. UDF തന്നെ അന്നത്തെ മന്ത്രിമാരടക്കം ഇപ്പോൾ പ്രതിപക്ഷ നിരയിലുണ്ട്. 34 ലക്ഷം പേരാണ് അന്ന് വാങ്ങിച്ചത്. അവരുടെ പെൻഷൻ തുക എത്ര ആയിരുന്നെന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ വ്യക്തമായ കണക്കുകൾ ഉള്ളതല്ലേ. അന്ന് 18 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് UDF ഗവൺമെൻറ് ഇറങ്ങിയതെന്നും സത്യമാണ്. 62 ലക്ഷം, ആ 32 ലക്ഷത്തെ 62 ലക്ഷത്തിലേക്ക് ഉയർത്തി അത് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ച് കൊടുക്കുമ്പോൾ അപ്പോഴും പറയുകയാണ് കേരളത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും വന്നിരുന്ന് പറയാണ് ധൂർത്താണ്. എവിടെയാ ധൂർത്ത്? 56,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം ചെയ്തുകൊണ്ട് കേരളത്തിലെ റോഡും പാലും സ്കൂൾ കെട്ടിടങ്ങളും ഒക്കെ ചെയ്തതാണോ ധൂർത്ത്? 700 കോടിയോളം രൂപ പ്രതിമാസം പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ തുകയായി കൊടുക്കുന്നതാണോ ധൂർത്ത്? നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ജനങ്ങളുടെ വികസനവും നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും കൃത്യമായി ചെയ്യുന്നതാണോ ധൂർത്ത്? അത് ധൂർത്താണെങ്കിൽ ആ ധൂർത്ത് ഞങ്ങളങ്ങ് അംഗീകരിക്കുകയാണ് എന്ന് കരുതിയാൽ മതി. കാരണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. സാർ, ഇവിടെ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് ഒരു സംസ്ഥാന ഗവൺമെൻറ് ദരിദ്രർ നിങ്ങൾക്ക് കേന്ദ്രവും കേരളവും ഒക്കെ UPA ഗവൺമെൻറ്റും UDF ഗവൺമെൻറ്റും ഒന്നിച്ചിരുന്ന് ഭരിച്ചല്ലോ. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു? 10,000-ലധികം കോടി രൂപ നമ്മൾക്ക് സ്ഥലമെടുപ്പിന് വെച്ചതുകൊണ്ടല്ലേ ഞാൻ ബജറ്റിൽ ബാലഗോപാൽ മിനിസ്റ്റർ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലബാറിൽ നിന്നുള്ള MLA-മാർക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ദേശീയപാതയിലൂടെ 2026 തലസ്ഥാന നഗരത്തേക്ക് എത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. UPA നിങ്ങളുടെ ഉണ്ടായിരുന്നു, കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചു, നിങ്ങൾക്ക് അന്ന് ചെയ്യാമായിരുന്നു, ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പം ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അയ്യോ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് വിലപിച്ചാൽ കാര്യമില്ല. പക്ഷെ അത് കൂട്ടു നിൽക്കാനും ഈ പറഞ്ഞ പോലെ ജീംബൂമ്പ എഴുതാനും ആൾക്കാരുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് കുറച്ച് പണിപ്പെട്ട് മാത്രമേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഒരു നമ്മുടെ നിയമസഭയിൽ വന്ന ഒരു അംഗം തന്നെ ഒരു ചർച്ചയിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ. ചർച്ചയിൽ പോയിരുന്ന് പറയുകയാണ് UDF-ന്റെ കാലഘട്ടത്തിൽ PSC നിയമനം വഴി കൂടുതൽ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം കണക്ക് നിരത്തുകയാണ്. സർ, നമ്മളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരല്ലേ. 2011 മുതൽ 2016 വരെ UDF-ന്റെ കാലഘട്ടത്തിൽ 1,49,386 പേർക്കാണ് നിയമനം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിൽ 2016 മുതൽ 2021 വരെ എടുത്താൽ 1,68,878 പേർക്കാണ്. സാർ 1,49,000 ആണോ വലുത്, 1,68,000 ആണോ വലുതെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട അംഗത്തോട്. സാർ, ഇതുവരെ ഈ കാലം വരെ ഏകദേശം 2,59,576 പേർക്കാണ് സാർ പുതിയതായിട്ട് ചെറുപ്പക്കാരോട് നീതി പുലർത്തിയ ഒരു സർക്കാരാണ് സാർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ പൈസയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഇടപെടാനായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സാർ നമുക്ക് ഇത്തരത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്. സാർ, ഞാൻ ഇതെല്ലാം ജനറലായിട്ട് പറയുമ്പോഴും നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാർ, കഴിഞ്ഞ ഇതിൽ നമ്മൾ പോലീസ് സ്റ്റേഷന് വേണ്ടി കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ടൊരു ഫണ്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ഫണ്ട് ചേർത്തുകൊണ്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഹെഡിലാണ് അത് വന്നിരുന്നത്. അപ്പോൾ ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നോക്കാതെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പൂർത്തിയാക്കി തരണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു നിർദ്ദേശം 66-ാമത്തെ പേജിൽ ബജറ്റിൻ്റെ 66-ാമത്തെ പേജിൽ കണ്ടു. ശരിക്കും നമ്മൾ പലപ്പോഴും രൂപകൽപ്പന ചെയ്യുന്ന ഡിസൈൻ അഴിച്ചു പണിതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഡിസൈൻ, എന്നാൽ കുറച്ചുകൂടി ചെലവ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ളൊരു ചിന്ത ഫിനാൻസ് വകുപ്പ് നിർദ്ദേശം വന്നിട്ടുണ്ട്. വളരെ വളരെ ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു നിർദ്ദേശമായിട്ട് തോന്നുന്നു. അതിൽ ചില ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ആകർഷകരമായിട്ട് കാണുകയാണ്. അതുപോലൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരാളെ പോലും ആത്മഹത്യയിലേക്ക് തള്ളിവിടില്ല എന്ന് ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരത ഉണ്ടാക്കുമെന്ന തരത്തിലേക്കുള്ള ഏറ്റവും മനോഹരമായ മറ്റൊരു പ്രഖ്യാപനം. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമായ കാര്യമാണ് സാർ. കടത്തിൻ്റെ പേരിലായിട്ട് ഒരാളും ആത്മഹത്യ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാലത്താണ്. പാടില്ല. അതിന് നമ്മളെല്ലാവരും കൂട്ടായിട്ട് നിൽക്കണം. അതിന് പറ്റുന്ന നിയമ ഭേദഗതി എല്ലാം തന്നെ നമ്മുടെ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഇന്നലെ പറയുകയുണ്ടായിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ
പാലങ്ങളുടെ പുനരുദ്ധാരണത്തിന് വന്നിട്ടുണ്ട്. അതിൽ കായംകുളത്തെ TM ചിറ പാലം കൂടി ഉൾപ്പെടുത്തി തരണം സാർ. പ്രതിപക്ഷ അംഗങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ വാരിക്കോരി ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അവർ പലപ്പോഴും അത് പറയുന്നില്ലെങ്കിൽ പോലും അപ്പോൾ ഭരണപക്ഷ MLA-മാർക്ക് കൂടി കുറച്ചുകൂടി പരിഗണനയും കൂടി ഞങ്ങൾക്കും നൽകണമെന്ന്. ഞങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല എന്നുള്ളതല്ല, ഇവർ ഈ 1290 കോടിയൊക്കെ ആണല്ലോ മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, 1251 കോടിയൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സാർ ഒരു സ്പോർട്സിൽ നമ്മുടെ സ്പോർട്സ് സബ്മിറ്റിന് ശേഷം ഏകദേശം 5000 കോടിയുടെ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും സാർ. സാർ എൻ്റെ മണ്ഡലത്തിലാണ് ശംഖു എന്ന് പറഞ്ഞൊരു ചെറിയ കുഞ്ഞ് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കാണും. നമ്മുടെ ഭക്ഷണത്തിൽ അംഗൻവാടിയിൽ ബിരിയാണി കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ ശംഖുവിൻ്റെ വീഡിയോ വൈറലായിരുന്നു സാർ. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം നമ്മൾക്ക് അത് ശംഖുവിനെ പോലുള്ള കുട്ടികളെ മാതൃകയാക്കിക്കൊണ്ട് പോഷകാഹാര പരിപാടികൾ ശംഖുവിൻ്റെ തന്നെ വീഡിയോ നമുക്ക് എടുത്തുകൊണ്ട് അംഗൻവാടി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുമ്പോൾ സ്പോർട്സിലൂടെ ചെറുപ്പക്കാരുടെ അടക്കം ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുമ്പോൾ ഈ ചെറിയ മക്കളെയൊക്കെ നമുക്ക് മോഡലാക്കി അംബാസഡേഴ്സ് ആക്കാം. അത് ശംഖുവിനെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കണം. 5 ദിവസം ശംഖു നല്ല ചോറും ഇലക്കറിയും പയറും തൈരുമൊക്കെ കഴിക്കാൻ നമ്മളെല്ലാം അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒപ്പം അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം ആധുനികമായിട്ടുള്ള ഈ ഫുഡ് ഹാബിറ്റിനോടുള്ള ഇഷ്ടം ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം ആ രൂപത്തിൽ നമ്മുടെ ശംഖുവിനെ പോലുള്ള കുട്ടികളെ നമുക്ക് മാതൃകയാക്കാം. വലിയ രൂപത്തിൽ നമുക്ക് ആ ക്യാമ്പയിൻ കൊണ്ടുപോകാൻ കഴിയും. എന്തായാലും സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു ബജറ്റിനെ എല്ലാ അർത്ഥത്തിലും സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ, അല്ലാത്തവർ നമ്മളെ തള്ളി പറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നിർത്തും.